ഹായ് എവരി വൺ. ഇന്ന് വളരെ നല്ലൊരു ടോപ്പിക്കായിട്ടാണ് ഞങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. കൂടുതലും വന്ധ്യതയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള വീഡിയോസ്, പുരുഷ വന്ധ്യത, സ്ത്രീ വന്ധ്യത, അതിൻ്റെ കാരണങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നിങ്ങൾ ഒരുപാട് തവണ കണ്ടു മടുത്തതായിരിക്കും. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സ്ത്രീകൾ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, ഒച്ചത്തിൽ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവർ വീട്ടിൽ ഫേസ് ചെയ്യുന്ന ചില മിത്തുകൾ, നമുക്ക് ഉള്ള ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എൻ്റെ കൂടെ ഇന്ന് സംവദിക്കാൻ വന്നിരിക്കുന്നത് ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇൻഫെർട്ടിലിറ്റി ആദ്യം തന്നെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കപ്പിൾ നമ്മളെടുത്ത് വരുമ്പോൾ ഹസ്ബൻഡ് ഒരിക്കലും സെമൻ അനാലിസിസ് അഥവാ ബീജത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കില്ല. അതിന് മെയിൻ റീസൺ അവർ പറയുന്നത്, ഒരു കുഴപ്പമില്ല ഡോക്ടറെ, ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല, ബീജത്തിന് പ്രശ്നം വരാൻ കാരണമൊന്നുമില്ല, എനിക്ക് ഉദാഹരണ പ്രശ്നങ്ങളില്ല, ലൈംഗിക ശേഷിക്കുറവുകളില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പക്ഷം എനിക്ക് പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ല. എന്നാൽ വൈഫിന് PCOD ഉണ്ട്, വൈഫിന് തകരാറുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടൊരു പീരീഡ് വരുന്നില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം എന്ന് ഉറപ്പിക്കും. നമ്മുടെ സമൂഹത്തിൽ ജനറലായിട്ടുള്ള ഒരു ധാരണയാണ് ഇൻഫെർട്ടിലിറ്റി പൊതുവെ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ്, എന്നാൽ പുരുഷന് ഇത് ബാധിക്കുന്നേ ഇല്ല എന്ന്. ഏകദേശം 40% റീസൺ പുരുഷന്മാരുടേത് തന്നെയാണ്. അതെ, അത് കൂട്ടത്തിൽ 40% സ്ത്രീകളുടെയാണ്, ഈക്വലാണ്. 20% അറിയാത്ത കാരണം. ബട്ട് എന്നാലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് 40% ഉണ്ടെങ്കിൽ പോലും എല്ലാ കംപ്ലയിൻസും സ്ത്രീകൾ കാരണമാണല്ലേ. കുട്ടികളില്ല എന്നുള്ളൊരിത് വയ്ക്കുമ്പോൾ അവിടെ സ്ത്രീകളാണ് അതിൻ്റെ മെയിൻ റീസൺ എന്നാണ് പറയുന്നത്. ബട്ട് ഇന്ന് ഒരുപാട് അത് തിരുത്തിയിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ. കുറേ കാര്യങ്ങൾ മാറ്റങ്ങളുണ്ട് അതിൽ. ഇന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു തന്നെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉള്ള ആളുകൾ വന്നിട്ട് പറയും, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ. അത് ഡോക്ടേഴ്സാണ് ഇപ്പോൾ അത് തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യമാണ് ഡോക്ടർ, ഇന്ന് നമുക്ക് ഷുഗർ, പ്രഷറൊക്കെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ, ലൈക്ക് HbA1c അല്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എഴുതി കൊടുക്കാത്ത വിധത്തിൽ 7 ടെസ്റ്റ് പോലും ഇന്ന് ലാബുകളിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ആളുകൾ തന്നെ അതിനെപ്പറ്റി ഒരു അവെയർ വരൽ തുടങ്ങി. മുമ്പത്തെ പോലെയല്ല. എനിക്ക് പ്രശ്നമുണ്ട്, ഇപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും പറയും, ഡോക്ടർ ഞാൻ എൻ്റെ കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ സെൽഫായിട്ട് ചെയ്തപ്പോൾ ആളുകൾക്ക് ലിറ്റിൽ ബിറ്റ് അവെയർ ആയിട്ട് വന്നു. അതിൻ്റെ ഒരു റീസൺ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടെ അതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ കൂടുതലും ഭാര്യമാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ അമ്മായിമ്മമാർ പറയുന്നതാണ്, മോന് വേറൊരു കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാവും എന്ന് അവർക്കൊരു ധാരണയുണ്ട്. അപ്പോൾ അവിടെ മെയിലിൻ്റെ പ്രശ്നം, ആ ഒരു മെയിൽ പാർട്ട്ണറുടെ സൈഡിൽ നിന്ന് പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് ഒരു മാജിക് മാതിരി എറേസായി പോകുന്നൊരു രീതിയിലാണ് അത് സംസാരിക്കുന്നത്. അതായത് വേറൊരു ആളെ കല്യാണം കഴിക്കുമ്പോൾ ഇത് റെഡി ആവും, അപ്പം മകനൊരു കുഴപ്പമില്ല. ചില ആൾക്കാർ ഒരു കുട്ടി ഉണ്ടാവും, 2ാമത്തെ കുട്ടി ആവാനായിരിക്കും പ്രയാസം. അപ്പോൾ തന്നെ അവർ വിചാരിക്കും എന്നാൽ ഒരു പ്രയാസമില്ല, ഹസ്ബൻഡിന് കുഴപ്പമില്ല, ബീജൊക്കെ ഓക്കെയാണ്, അവർക്കൊരു കുട്ടി ഉണ്ടായല്ലോ, വൈഫിനും പ്രശ്നമില്ല, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ബീജത്തിലാണെങ്കിലും നമ്മളുടെ അണ്ടാശയങ്ങളിലാണെങ്കിലും പ്രശ്നങ്ങൾ ഏത് മൊമെൻറ്റിലും വരാം. അപ്പോൾ ചെറിയൊരു പനി വന്നാൽ പോലും വേരിയേഷൻ വരുന്നതാണ് ബീജത്തിൻ്റെ അളവിലൊക്കെ. അപ്പോൾ ഒരു കുട്ടിയുള്ളവർക്ക് പിന്നീട് വന്ധ്യത വരാം. അതിനാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പ്രൈമറി എന്ന് പറയുമ്പോൾ ഒറ്റ കുട്ടികളില്ലാത്ത അവസ്ഥ, എന്നാൽ ഒരു കുട്ടി ഉണ്ടായിട്ട് ദീർഘനാൾ കുട്ടികളില്ലാത്തൊരവസ്ഥയാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. ഇന്ന് ഒരുപാട് കേസുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി കാണുന്നുണ്ട്. പ്രൈമറിയേക്കാൾ കൂടുതലായിട്ട് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി കാണുന്നുണ്ട് ഡോക്ടറെ. അപ്പം നമ്മൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട. അതുപോലെ തന്നെ ചില റിലീജിയസ് ബിലീഫ്സ് ഇതിന് കാരണമാവാറുണ്ട്. അങ്ങനെ ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ചില ഇപ്പോൾ കൺസീവ് ആവാത്ത ലേഡീസ് കുട്ടികളെ എടുക്കാൻ പാടില്ല, പഴയമ്മക്കാർ പറയുന്നൊരിത്, അത് ഫീൽ ചെയ്യണ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ബോധേഡായിട്ട് പ്രയാസം അനുഭവപ്പെടുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ OP-യിലൊക്കെ വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അതുപോലെ ചെറിയ മക്കളെടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പാടില്ല, അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണ. പീരിയഡ്സിൻ്റെ സമയത്ത് കറിവേപ്പില നുള്ളരുത്, അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങരുത്. ഇപ്പോൾ ഇതൊക്കെ പറയുന്നതല്ലേ, രാത്രി നഖം മുറിക്കരുത് എന്ന് പറയുന്ന ഒരു രീതിയിൽ. കാരണം രാത്രി പണ്ട് നഖം മുറിക്കാതിരുന്നത്, പണ്ട് വെളിച്ചമില്ലായിരുന്നു, അപ്പോൾ അന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ നഖം മുറിക്കുമ്പോൾ കൂടുതലും വിരലുകൂടെ നമ്മൾ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അന്നത്തെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വെളിച്ചവും വെട്ടമൊക്കെ ഉള്ള സമയത്തും അതേ രീതി പിന്തുടർന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു
സോഷ്യൽ സ്റ്റിഗ്മ, ഇത് പൊതുവേ സ്ത്രീകൾ അല്ലെങ്കിൽ വന്ധ്യതാ പ്രശ്നം പുറത്തേക്ക് പറയാൻ മടിയാണ്. ഇപ്പോൾ പൈൽസ് എന്ന പ്രശ്നം പുറത്തേക്ക് പറയാൻ മടിയാണ്. അതുപോലെ തന്നെയാണ് വന്ധ്യത. അതിപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അതായത് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ കൂടുതലായിട്ട് വരുന്നത് എനിക്ക് ലൈംഗിക ശേഷി കുറവാണെന്നായിരിക്കും ആൾക്കാർ തെറ്റിദ്ധരിക്കുക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ വൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, അതും അല്ലെങ്കിൽ അത് കാരണം കുട്ടികൾ ഉണ്ടാവുന്നില്ല, എനിക്കൊരു ഊർജ്ജം കിട്ടുന്നില്ല. ഇപ്പോൾ പല സിനിമകളിലും നിങ്ങൾ കാണാറുണ്ട്. ചില സിനിമകളിൽ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടേമാണ് പിന്നെ ആൾ ഭയങ്കര സ്മാർട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരാളുടെ സ്മാർട്ട്നെസ്സോ അയാളുടെ ഉഷാറോ അല്ലെങ്കിൽ മസ്കുലീൻ ആയിട്ടുള്ള നേച്ചറോ ഒന്നുമല്ല ഇതിന് കാരണം. ബീജത്തിൽ ആവശ്യത്തിനുള്ള ബീജത്തിൻ്റെ എണ്ണങ്ങൾ വേണം, അതിന് മൂവ്മെൻറ്റ് വേണം, അതിൻ്റെ മോർഫോളജി, ഷേപ്പ്, സൈസ് കറക്റ്റായിരിക്കണം. അതാണ് അത്യാവശ്യം. അപ്പോൾ പലപ്പോഴും ഇത് പുരുഷന്മാർക്ക് ഒരു ED കാറ്റഗറി അഥവാ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള രീതിയിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ് പുരുഷന്മാരിൽ ഈ ഒരു സ്റ്റിഗ്മ വരുന്നത്. സ്ത്രീകൾക്കാണെങ്കിലോ മെൻസസ് റെഗുലർ അല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻലോസിൻ്റെ വീട്ടിലായിരിക്കും കൂടുതൽ ഇഷ്യൂസ് അവർ അനുഭവിക്കുന്നത്. അപ്പോൾ ആ ടൈം അവർക്ക് ഇത് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും. ഇനി ഹസ്ബൻഡിന് എന്നോട് ഇഷ്ടം കുറയുമോ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മയോ ഉപ്പയോ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്കൊരു പ്രയാസം നമ്മളോട് വരുമോ, മാനസികമായിട്ടുള്ള അകൽച്ച വരുമോ എന്നുള്ള ഭയമായിരിക്കും സ്ത്രീകളിൽ കൂടുതലുണ്ടാവുക. ഇപ്പം നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് മറ്റൊരു കാറ്റഗറിയിലേക്ക് ഒന്ന് തിരിയാം. ഇതിന് യഥാർത്ഥ വില്ലന്മാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബേസ്ലെസ് ആണ്. ഇപ്പോൾ നമ്മൾ റിലീജിയസ് ബിലീഫ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും അത് ഫോളോ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു ബേസിസും അതിൽ വരുന്നില്ല. അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ടൊന്നും അതിലില്ല. എന്നാൽ ഇതിൽ ശാസ്ത്രീയമായിട്ട് സ്ത്രീകളിൽ വന്ധ്യത വരുത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഡോക്ടർ ഞങ്ങളോട് ആദ്യം പറയും. ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് നമുക്ക് ഈ ഒരു വന്ധ്യത എന്ന് പറയുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകൾ സഫർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഇഷ്യൂ അല്ലെങ്കിൽ PCOD. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നത്തെ സിറ്റുവേഷൻസിൽ പേടിക്കുന്ന ഒരു കാര്യം, PCOD ഉണ്ടെങ്കിൽ എനിക്ക് കൺസീവ് ആവില്ലേ ഡോക്ടറെ, ആ ഒരു ഇത്. ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആളുകൾ പറയുന്നതാണ്, ഡോക്ടർ ഞാൻ കൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, എനിക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സെക്ഷലി വേറെ യാതൊരു പ്രോബ്ലംസും കാണുന്നില്ല, ബട്ട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് പറയും. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ ആ ഇത് തന്നെയാണ്, നമ്മൾ ഭയങ്കര സ്മാർട്ടാണ് അല്ലെങ്കിൽ ആ ഒരു റീസൺ കൊണ്ട് മാത്രം അങ്ങനെയാണ് ആണുങ്ങൾ തോട്ട്സ് ചെയ്യുന്നത്. ബട്ട് സ്ത്രീകളുടെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരും ചിന്തിക്കുന്നത് തന്നെയാണ് PCOD പ്രോബ്ലംസ് വന്നാൽ ഇനിയിപ്പോൾ ഒരിക്കലും കൺസീവ് ആകില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സിസ്റ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൺസീവ് ആവില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് ആളുകളിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു 50% ഇപ്പോൾ PCOD വരുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടൊരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ നല്ലൊരു ഇത് പോകുന്നുണ്ടെങ്കിൽ അതിലൊരു 40% ആളുകളും കൺസീവ് ആകും. ഈ PCOD എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയും PCOD സിസ്റ്റ് അല്ലേ, ഇതൊന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും ഓവറിയൻ സിസ്റ്റും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട്. അതായത് PCODയുടെ കുറച്ചും കൂടി ഡേഞ്ചർ വേർഷനാണ് PCOS. അത് രണ്ടും ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. സിസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാറ്റഗറിയിലായിട്ട് ഉൾപ്പെടുത്താം. നമുക്ക് സിസ്റ്റിൽ മിക്കപ്പോഴും നമുക്ക് ഈ അണ്ടാശയത്തിൽ വരുന്ന ദ്രാവകങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ പല രീതിയിൽ പറയാം. അതായത് ഇപ്പോൾ ഫൈബ്രോയിഡിൽ തന്നെ പല ഇതുണ്ടെന്ന് ഡോക്ടർ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ സിസ്റ്റിലാണെങ്കിൽ പലതരത്തിലുള്ള സിസ്റ്റ് ഉണ്ട്. അതിൽ തന്നെ ആ സിസ്റ്റ് ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ചെയ്തിട്ടുള്ളത് പലപ്പോഴും പല മാറ്റർ കൊണ്ടായിരിക്കും. ലൈക്ക് ചിലതിൽ ഫ്ലൂയിഡ് ആയിരിക്കും, നോർമൽ തിങ്, ചിലതിൽ നമുക്ക് ബ്ലഡ് ആയിരിക്കും, ചിലതിൽ മറ്റെന്തെങ്കിലും. ചില സിസ്റ്റുകളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഹെയർ ആൻഡ് വൺ തിങ് യെസ് അങ്ങനെയുള്ളതൊക്കെ ഫില്ല് ചെയ്യാം. അപ്പം അതും PCODയും തമ്മിൽ കറക്റ്റായിട്ടുള്ളൊരു ബന്ധമില്ല എന്ന് പറയാം. ബട്ട് അതൊരു വേർഷൻ, അത് ഇതെല്ലാം ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ ഘടകമാണ്. സെയിം ആയിരിക്കും. ഇപ്പോൾ കാരണങ്ങൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹോർമോണുകളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇംബാലൻസ് ഇതിന് കാരണമാവുമെങ്കിലും PCOD എന്ന് പറയുന്നത് അണ്ടാശയങ്ങളിൽ കുമിഞ്ഞുകൂടിയ കുമിളകളാണ്. നമുക്ക് എങ്ങനെയാണ് സ്കാനിലാണ് കൂടുതൽ ഫസ്റ്റ് തിങ് നമ്മൾ പീരിയഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ വഴി ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. ഡോക്ടർ, ഈ സിസ്റ്റ് ഉണ്ടാകുമ്പോൾ പ്രഗ്നൻസി പലരും പേടിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ? സിസ്റ്റ് കമ്പാരിറ്റീവ്ലി നോർമലി കൺസീവ് ആകുന്നത് പോലെ നമുക്ക് ചില ടൈമിൽ നമുക്ക് കൺസീവ് ആവാൻ സാധ്യമാവില്ല. ബട്ട് ആ ഒരു കേസിൽ കൺസീവ് ആയിക്കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് ലക്കിലി അത് ഓട്ടോമാറ്റിക്കലി അത് ചുരുങ്ങി പോകുന്നൊരു സംഭവമേ ഉള്ളൂ. ബട്ട് ഒരു ലേഡി കൺസീവ് ആവാൻ ലേറ്റ് ആയിക്കൊണ്ട് ഒരു സിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ ആ ഒരു കൺസീവ് ആകാനുള്ള ജേണി പീരിയഡ് നമുക്ക് കുറച്ച് ഡിലേ ആയിട്ട് വരാം. ബട്ട് ഇൻ കേസ് വന്നു കഴിഞ്ഞാലും പിന്നെ ഫ്യൂച്ചറിൽ ആ സിസ്റ്റ് വരാനുള്ള സാധ്യത നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് ഫൈബ്രോയിഡിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കുമോ ഡോക്ടർ വരിക? ഒരിക്കലുമല്ല. ഫൈബ്രോയിഡ് എന്ന് പറയുമ്പം ശരിക്ക്
എന്താണ് ഫൈബ്രോയിഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗർഭാശയത്തിൽ വരുന്ന മുഴകളാണ് ഫൈബ്രോയിഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് പല രീതിയിൽ വരാം. മുഴകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പേഷ്യൻറ്റ് കോൺടാക്ട് ചെയ്യുക ഫൈബ്രോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും പറയാറ്, എനിക്കിനി പ്രഗ്നൻസി പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനത്തെ കേസ് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ട്യൂബ് ഇപ്പം പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറേ മെക്കാനിസം ഉള്ളിൽ നടക്കാനുണ്ട്. അതായത് ശരിക്കും ഒരു ഓവുലേഷൻ നടക്കണം, ഓവം പുറത്തേക്ക് വരണം, അതായത് ഓവുലേഷൻ കഴിഞ്ഞ് ഓവം പുറത്തേക്ക് വരണം, അത് ആ ഒരു ട്യൂബിൽ വെച്ചിട്ടാണ് അത് ഫെർട്ടിലൈസ് ആവുന്നത്. ആ സമയമാകുമ്പോഴേക്കും അവിടെ ബീജെത്തണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവും. പക്ഷേ ഇതിൻ്റെ പാത്വേയിൽ എവിടെയെങ്കിലും ഒരു ഫൈബ്രോയിഡ് ഗ്രോ ചെയ്യുന്നുണ്ട്, അതിനൊരു സ്ട്രക്ചറൽ തടസ്സമായിട്ടൊരു ഫൈബ്രോയിഡ് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പ്രയാസം. വേറൊരു കാര്യം ഡോക്ടർ പറഞ്ഞു, സിസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും പ്രഗ്നൻസി ഹോർമോൺസ് ബോഡിയിൽ റൈസ് ആകുമ്പോൾ ഒവേറിയൻ സിസ്റ്റ് പോലുള്ളതൊക്കെ യൂഷ്വലി ചുരുങ്ങാണ് ചെയ്യുക. എന്നാൽ ഫൈബ്രോയിഡ് നേരെ തിരിച്ചാണ്. ഒരു ഫൈബ്രോയിഡ് ഉള്ള സമയത്ത് ആൾക്ക് പ്രഗ്നൻ്റ് ആവാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, അൺലെസ് അത് സ്ട്രക്ചറലി യൂട്രസിന് ഡാമേജ് വരുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻസിക്ക് പ്രയാസമുള്ളൂ. ബട്ട് വൺസ് ആ ലേഡി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അബോർഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫൈബ്രോയിഡ് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഫൈബ്രോയിഡിനും ഗ്രോത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈസ്ട്രോജൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഫൈബ്രോയിഡ്, അതാണ് മെയിൻ റീസൺ. ഈസ്ട്രോജൻ ബോഡിയിലുള്ളിടത്തോളം കാലം ഫൈബ്രോയിഡ് വളരും. അപ്പോൾ ഈസ്ട്രോജൻ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുക യൂഷ്വലി ഒരു പീരീഡ് തുടങ്ങുന്ന സമയം തൊട്ട്, അതായത് 15 years ഓഫ് ഏജ് തൊട്ട് ഏതാണ്ട് മെനപ്പോസ് വരെ ആ ഒരു പീരീഡ്, ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഫൈബ്രോയിഡ് ഡെവലപ്പ് ആവുക. അപ്പോൾ ഫൈബ്രോയിഡ് വെച്ച് പ്രഗ്നൻ്റ് ആവാമോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫൈബ്രോയിഡുകളാണ്, സ്ട്രക്ചറൽ ഡാമേജസ് ഇല്ല എങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ മെഡിസിൻ സപ്പോർട്ടോടെ പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യാനും നോർമൽ ഡെലിവറിക്കും സാധ്യമാണ്. എന്നാൽ ഹ്യൂജ് ഫൈബ്രോയിഡ്, സിംഗിൾ ഹ്യൂജ് ഫൈബ്രോയിഡൊക്കെ മറ്റ് പല ലക്ഷണങ്ങളിലേക്കും നയിക്കാം. മാത്രമല്ല സൈസ് വീണ്ടും കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞ് മരണപ്പെടാനോ അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ യൂട്രസും കൂടി എടുക്കേണ്ട സാഹചര്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൂട്ടി അത് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ രീതിയിലുള്ളൊരു അനുഭവം എനിക്കുള്ളത്, ഒരു പേഷ്യൻറ്റ് ഡെലിവറിക്ക് വേണ്ടി ഇൻഫെർട്ടിലിറ്റി കപ്പിൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവരുടെ സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, ഇനിഷ്യൽ വരുമ്പോൾ എപ്പോഴും ഞാൻ ലേഡിയുടെ സ്കാനും പുരുഷൻ്റെ ബീജത്തിൻ്റെ ടെസ്റ്റുമാണ് പറയാറ്. അപ്പോൾ അതിൽ ഇവർ സ്കാൻ 1 വർഷം മുന്നേ എടുത്ത സ്കാൻ കയ്യിലുണ്ട്. എത്ര ഞാൻ എടുക്കാൻ പറഞ്ഞാലും മേ ബി ഫിനാൻഷ്യൽ ട്രബിൾ ആയിരിക്കാം, 1 വർഷം മുന്നേ എടുത്ത് സ്കാൻ കയ്യിലുണ്ടെന്ന് പറയുകയും ഞാൻ വീണ്ടും ആവർത്തിച്ച് സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ട് അവരത് എടുത്ത് അയക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ടായിരുന്നു. അത് അവർക്ക് 1.5 മാസം കൊണ്ട് കൺസീവ് ആയി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സ്കാൻ എടുത്തപ്പോഴാണ് വലിയൊരു ഫൈബ്രോയിഡ് ഏതാണ്ട് സെർവൈക്കൽ പോർഷനിലായിട്ട് ആൾക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ആ പ്രഗ്നൻസി മുന്നോട്ട് പോയില്ല എന്ന് അറിയുകയും ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് 15 വർഷമായിട്ട് കൺസീവ് ആയതായിരുന്നു. അപ്പോൾ നമുക്കിതിലൊന്നും പറയാനില്ല. ചില സമയത്ത് ചില USG അല്ലെങ്കിൽ ചില എക്സാമിനേഷൻസ് വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അത് ചെയ്യേണ്ടതായിട്ടും വരും. ഇതേപോലെ തന്നെയാണ് PCODയിലെ ലക്ഷണങ്ങൾ. ഇതുപോലെയല്ല, അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ പോലെ ആയിരിക്കില്ല PCODയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ PCOD ആണ് ഒരു മേജർ കോസ്. PCODയുടെ ലക്ഷണങ്ങൾ യൂഷ്വലി എന്താണ് ഡോക്ടർ? അതായത് ഒരു പേഷ്യൻറ്റ് നമുക്കൊക്കെ ക്യാബിനിൽ വരുമ്പോൾ തന്നെ അറിയും ഇത് PCOD പേഷ്യൻ്റ് ആണോ. നമ്മൾ പലപ്പോഴും പേഷ്യൻ്റ് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്താണ് PCOD ആണ് ചോദിക്കുമ്പോൾ പേഷ്യൻറ്റിന് ഒരു ഇതാണ്, ഇതിപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഒരു പരിധിവരെ ഈ PCOD കേസ് ഒരു ഡോക്ടർക്ക് നല്ല ആർക്കും തന്നെ ഇന്നത്തെ കാലത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട് തന്നെ പുറമേയുള്ള സിംറ്റംസ് വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിമ്പിൾസ്, അതുപോലെ ഡാർക്ക് ഡിസ്കളറേഷൻ, താടി മീശയൊക്കെ വെച്ചിട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ ബേസിക്കലി ഒരു 90% PCOD മെലിഞ്ഞ ആളുകൾക്ക് വരും എന്ന് പറഞ്ഞാലും ബേസിക്കലി PCOD എപ്പോഴും ഒരു വെയിറ്റ് ഗെയിൻ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് പിന്നെ സെക്കൻഡ് അവർ PCOD ആണ് അല്ലെങ്കിൽ പീരിയഡ്സ് ഇങ്ങനെ റെഗുലാരിറ്റി ആണ്, മുമ്പേ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് PCOD ഒരിക്കലും തന്നെ ഡയറക്റ്റായിട്ടൊരു പ്രഗ്നൻസി അതുപോലെ തന്നെ തടയുന്നില്ല. അതായത് നമുക്ക് സാധ്യതകളുണ്ട്, മറ്റ് കണ്ടീഷൻ പോലെ അല്ല. നമുക്ക് PCOD ഉള്ള ആളുകൾക്ക് ഒരിക്കലും കൺസീവ് ആകാൻ പറ്റില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. PCOS ആയിട്ട് മാറിയിട്ടുള്ളൊരു കേസിൽ ഒരു പക്ഷേ നമുക്കതിൻ്റെ ഒരു ടൈം എടുക്കാം എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് PCOD ഉള്ള പേഷ്യൻസിൽ മാത്രം കൺസീവ് ആവണേക്കാൾ ഒരു 50% ചാൻസ് കുറവാണ് PCOS കേസിൽ. ബട്ട് ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഫൈബ്രോയിഡിൽ നമുക്ക് പലതും മെഡിസിൻ വഴി ചെയ്യാനുണ്ട്. ഇൻ കേസ് PCODൻ്റെ കേസിൽ ഒരു പക്ഷേ പേഷ്യൻ്റ് നല്ല കോപ്പറേറ്റീവ് ആണെങ്കിൽ ഒരു പക്ഷേ മെഡിസിൻ പോലും ഇല്ലാണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് നമുക്ക് കണക്കാക്കാം പേഷ്യൻ്റ് അക്യുറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ PCOD അല്ലെങ്കിൽ ഫൈബ്രോയിഡോ ഇതൊന്നും ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്കൊരു ഡേഞ്ചർ വെർഷനായിട്ട് കണക്കാക്കേണ്ട കാര്യമേ ഇല്ല. അതെ, യെസ്, തീർച്ചയായിട്ടും. അത് നമുക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 3.5 അതിൻ്റെയൊക്കെ മേലെ ഫൈബ്രോയിഡ് വരുമ്പോഴേ നമുക്ക് ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കേസായിട്ട് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ആവേണ്ടേ. ആസ് എ ഡോക്ടർ ആണെങ്കിലും പേഷ്യൻ്റ് ആണെങ്കിലും നമുക്കൊരു 2 പോയിൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക്
ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫൈബ്രോയിഡ് ആണെങ്കിൽ ഡോക്ടർ ഇപ്പോൾ അത് കുറച്ചിട്ടായിരിക്കും കൺസീവ് ആവാന്നുള്ള രീതിയിൽ വരിക. അപ്പോൾ PCOD അത് തന്നെയാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ സപ്പോസ് നമുക്കൊരു മരുന്ന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു മരുന്ന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറില്ല. PCODക്ക് മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഫെർട്ടിലിറ്റിയും PCOD സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. നമ്മുടെ റീസെന്റ് PCOD ആണെന്നുണ്ടെങ്കിൽ PCODക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് കൺസീവ് ആവാനുള്ള ചാൻസ് അവിടെ കൂടി വരികയാണ്. ഇതുപോലെയല്ല പക്ഷേ ഫൈബ്രോയിഡിന്റെ കേസ് വരുമ്പോൾ ഫൈബ്രോയിഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഒരിക്കൽ വന്ന് പോകാവുന്നതാണ്. 15 years to 55 yearsൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈസ്ട്രജൻ ഹൈപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് വരാവുന്ന ഒന്നാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം, ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഉണ്ടാവാം. പക്ഷേ ചിലർക്ക് അത് ലക്ഷണങ്ങൾ ഉണ്ടാക്കില്ല, എന്നാൽ ചിലർക്കാവട്ടെ സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് തന്നെയാണ്. ഇറഗുലർ ആയിട്ടുള്ള മെൻസസ്, മാസത്തിൽ 1-2 തവണ പീരീഡ് ആവുക, അല്ലെങ്കിൽ ഒരു പീരീഡ് തന്നെ 15-20 ദിവസം നീണ്ടു നിൽക്കുക, ഇൻ്റർ മെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവുക, അത് ഒരു പീരീഡ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലീഡിങ് സ്പോട്ടിങ് പോലെ കാണുക, വയറിൽ അമിതമായിട്ടുള്ള വേദന വരിക. ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ബ്ലാഡറിനായിരിക്കും കൂടുതൽ പ്രഷർ, അടിക്കടി മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി. ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ മോഷൻ പോകാൻ അഥവാ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിനുള്ളൊരു സാധ്യത അവിടെയുണ്ട്, ബാക്ക് പെയിൻ ഉള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രയാസങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. ഇതിൽ തന്നെ ഫൈബ്രോയിഡ് ക്യാൻസറിലേക്ക് നയിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫൈബ്രോയിഡ് ക്യാൻസർ ആയിക്കൂടെ ഡോക്ടറെ? ഇത് ഒട്ടുമിക്ക കേസുകൾ എൻ്റെ അടുത്ത് വരുന്നത് ഇത് ക്യാൻസറാണെന്ന് ഉറപ്പിച്ചിട്ടാണ്. ഇത് എന്തിൻ്റെ ബേസിസിലാണ് പേഷ്യൻസ് അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് തിങ്കിങ്ങിലേക്ക് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ക്യാൻസറാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് 1000-1 എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാൻസർ സാധ്യത അല്ലെങ്കിൽ ഒരു മെറ്റസ്റ്റാസിസിനുള്ള സാധ്യത 1000-1 മാത്രമാണ്. അല്ലാത്ത പക്ഷം ഫൈബ്രോയിഡ് വളരെ നോർമലായിട്ട് നമുക്കതിന് ലിയോമയോമ എന്ന് പറയും. പക്ഷേ ലിയോമയോമ സാർക്കോമ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇത് ക്യാൻസറസ് ഗ്രോത്ത് ആണ്. അപ്പോൾ യൂഷ്വലി ഇതിനെ വേർതിരിക്കാൻ മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് വേർതിരിക്കാൻ അറിയാവുന്ന പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് യൂട്രസിലുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ കൂടുതൽ സാധ്യത അതൊരു നോർമൽ ഫൈബ്രോയിഡ് ഗ്രോത്ത് ആവാനേ ഉള്ളൂ. എന്നാൽ സിംഗിൾ ഫൈബ്രോയിഡ് വിത്ത് ഹ്യൂജ് സൈസ് ആണെങ്കിൽ അവിടെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ സിവിയർ പെയിൻ അനുഭവപ്പെടുക ലിയോമയോസാർക്കോമ അഥവാ ഇതിൻ്റെ ഡേഞ്ചറസ് വേർഷൻ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് സാധ്യതയുള്ള ഒരു വേർഷനാണ് നമുക്ക് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. മറ്റേതിനും പെയിൻ ഉണ്ടാവും, പക്ഷേ മൈൽഡ് പെയിൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബ്ലീഡിങ് ഇഷ്യൂസ്, ഡിസ്പെറിനിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ബന്ധപ്പെടുമ്പോഴുള്ള വേദന അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക, ഇത്തരം കണ്ടീഷൻസൊക്കെ നമ്മളിതിൽ കാണും. അപ്പോൾ ജനറലി ഇതിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആദ്യം നമുക്ക് PCODയുടെ ടെസ്റ്റുകളൊന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കാം. ഡോക്ടറെ, PCOD കേസിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കൊടുക്കേണ്ടത്? എന്തൊക്കെയാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ റൂൾ എന്ന് പറയുന്നത്? PCODയിലെ മെയിൻ ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഇതിലോട്ട് പോകുക, നോർമലി ഒരു USG എടുത്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ PCOD അല്ലെങ്കിൽ സിസ്റ്റ് ആണോ എന്ന് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫർദറായിട്ട് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് വരുന്ന പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾ LH, FSH, AMH ഇതൊക്കെ തന്നെ യെസ് അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻ ഇതൊക്കെ ചെയ്യാം നമുക്ക് നോർമലി. എന്തോ നമുക്ക് ഇൻസുലിൻ ടെസ്റ്റ് പോലും നമുക്ക് ചെയ്യിപ്പിക്കാം. ടെസ്റ്റ് ഈ PCOD മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഈ USG ചെയ്ത് നോക്കിയിട്ട് തന്നെ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും. അത് കറക്റ്റായിട്ട് നമുക്ക് സ്പോട്ട് ഔട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് തന്നെ മരുന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ എത്ര കണ്ട് നമ്മളുടെ ഈ കുമിളകളുടെ സൈസ് അല്ലെങ്കിൽ അത് എത്രത്തോളം വോളിയം വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തിട്ട് ഇത് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മതി. ബേസിക്കലി ഒരു PCOD കേസിൽ അത് തന്നെ മതിയാവും ഡോക്ടറെ. പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോൾ അത് നമ്മൾ ഏകദേശം ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യിപ്പിക്കുന്നത് AMH ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡേയിലും ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ബട്ട് കുറച്ചും കൂടി അണ്ടത്തിൻ്റെ ക്വാളിറ്റി ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ്സ്, അതായത് LMP ഇപ്പോൾ ഓഗസ്റ്റ് 1 പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റ് 2 പോയിട്ട് ട്രാൻസ്വജൈനൽ AFC ഫോളിക്കിൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഉണ്ടാവും നമുക്ക്. പിന്നെ AMH നമുക്ക് ഡ്യൂറിങ് പീരിയഡ്സിൽ അങ്ങനെ ചെയ്യാം. ഫോളിക്കുലർ സ്റ്റഡിയാണ്, അണ്ടത്തിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓവുലേഷൻ കഴിഞ്ഞിട്ടൊരു 11 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇൻ്റർവെൽ ഒരു പീരീഡ് ഓഫ് ഇൻ്റർവെൽ, അതായത് ഒരു 1 ഡേ ഇന്ന് ചെയ്താൽ നാളെ ചെയ്യേണ്ട അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫൈബ്രോയിഡിൻ്റെ കേസിൽ ഇത് ക്യാൻസർ ആവുമോ എന്ന് ചോദിച്ച പോലെ തന്നെ നമുക്ക് ഈ PCOD സിസ്റ്റും വരുമ്പോൾ അവിടെ ഒരു ഡൗട്ട് പേഷ്യൻ്റ് ഉണ്ടാവാറുണ്ട്, ഇത് ക്യാൻസർ ആവുമോ. അതുപോലെ അതായത് മിക്ക സിസ്റ്റിൻ്റെ കേസിലും നമുക്ക് ഹെമറേജ് കേസിൽ എന്തായാലും ഒരു CA-125 അതൊരു ബേസിക്കലി ഒരു 7 സെൻറ്റിമീറ്ററിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ സിസ്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഇതുപോലെ ഒരു CA-125 ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ, അതൊരു പല്ലുവേദന ആയാലും ഒരു പനി ആയാലും ഈ CA-125 ജസ്റ്റ്
ഇതായിട്ട് നിൽക്കും. അപ്പോൾ ആളുകൾ ഇതൊരു 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ആണ് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 200ൻ്റെ താഴെയൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ സേഫ് ആണെന്ന് പറയാം. ബട്ട് 200ൻ്റെ മേലെ ഇരിക്കുക ഒരു സിസ്റ്റ്, അല്ലെങ്കിൽ സിസ്റ്റ് എന്നല്ല, ഒരു പ്രൊജക്ഷൻ അതെന്തെങ്കിലും ബോഡിയിൽ അബ്നോർമലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതൊരു സർജിക്കൽ ഒരു CA കേസിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫൈബ്രോയിഡിനെ പോലെ തന്നെ നമ്മൾ സിസ്റ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. കാരണം ഒരു ലൈഫ് സേവിങ് ടെസ്റ്റ് കൂടിയാണ്. നമ്മൾ അറിയാത്തതിൻ്റെ പേരിൽ ആ പേഷ്യൻ്റ് ഒരിക്കലും ഇത് സിസ്റ്റാണല്ലോ, ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും പേഷ്യൻറ്റും അതിനെ പറ്റിയിട്ട് ഹൈഡായിട്ടിരിക്കാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഫൈബ്രോയിഡിലെ ടെസ്റ്റുകൾ. നമ്മൾ ഇത് തന്നെയാണ്. അപ്പം ഗോൾഡ് സ്റ്റാൻഡേർഡ് റൂൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫൈബ്രോയിഡിനും ഒരു സ്കാനാണ് എടുക്കുക. അപ്പോൾ നമുക്ക് സ്കാനിൽ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോളൂ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോകേണ്ട MRIയിലോട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടെ മെറ്റാസ്റ്റാസിസ് അല്ലെങ്കിൽ സ്പ്രെഡ് ഉണ്ട്, ഇത് കുറച്ചും കൂടെ പരന്ന് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്, പരക്കാൻ സാധ്യതയുള്ള രോഗമാണ്, യൂട്രസിനെ മൊത്തം ബാധിച്ചേക്കാം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ CT സ്കാൻ എടുത്ത് നോക്കണം. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് നോർമൽ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതിൽ താണ് CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കുക. കാരണം ആൾക്ക് അനീമിയ ഉണ്ടോ എന്ന് നോക്കണം. ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഫൈബ്രോയിഡ് ഉള്ളവർ. അപ്പോൾ CBC ചെയ്യണം, ESRും കൂടെ ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ചിൽസ് വരുന്നുണ്ടോ, ഫീവർ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിനനുസരിച്ച് ESRും കൂടെ അതിൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളൊരു ടെസ്റ്റാണ് പിന്നെ ലാക്ടേസ് ഡീഹൈഡ്രോജനേസ് അഥവാ LDH എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ ഈ ഒരു ഫൈബ്രോയിഡ് ക്യാൻസർ ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഇത് നമുക്ക് ഈ സാർക്കോമ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി അത് 200ൻ്റെ എബോ കൂടി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റുക. കൂടുതൽ നമ്മളിത് ചെയ്യേണ്ടത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണ്. ചുമ്മാ പോയി എല്ലാവർക്കും ചെയ്യേണ്ട ഒരു ടെസ്റ്റ് അല്ല. നിങ്ങളുടെ ഫാമിലിയിൽ യൂട്രസ് എടുത്ത് കളഞ്ഞവരുണ്ട്, ഹിസ്റ്റക്ടമിക്ക് വിധേയമായവരുണ്ട്, അല്ലെങ്കിൽ മുന്നേ ഫൈബ്രോയിഡ് ഇഷ്ടംപോലെ വന്ന ഹിസ്റ്ററി ഉണ്ട്, പിന്നെ പാരൻറ്റൽ സൈഡിൽ നിങ്ങൾക്ക് മെറ്റേണൽ സൈഡിൽ പ്രത്യേകിച്ചും ഈ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിനാവാം. അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഫൈബ്രോയിഡോ മുന്നേ യൂട്രൈൻ ക്യാൻസറോ സെർവൈക്കൽ ക്യാൻസറോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു സപ്പോർട്ടീവ് മാർക്കർ ടെസ്റ്റാണ് LDH എന്ന് പറയുന്നത്. ഇത് കൂടാതെ ടെസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞ സിസ്റ്റിനൊക്കെ ചെയ്യുന്ന അതേ ടെസ്റ്റ് തന്നെ CA-125 എന്ന് പറഞ്ഞ ടെസ്റ്റ്. നോർമലി ചിലപ്പോൾ പനിയുള്ള സമയത്ത് അല്ലെങ്കിൽ മൈൽഡ് എൻഡോമെട്രിയോസിസ് അഡിനോമൈസിസിനൊക്കെ സ്റ്റേജ് 1 നമ്മൾ ടെസ്റ്റ് ചെയ്താലും കുറച്ചൊക്കെ നമുക്ക് CA-125 റേസ് ആയിട്ട് കാണാം. അത് ഉടനെ ക്യാൻസർ ആവില്ല. പലപ്പോഴും പേഷ്യൻസിന് പറ്റുന്നൊരു മിസ്റ്റേക്ക്, നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ അറിയാം. ഇന്ന് പല മെക്കാനിസം ഉണ്ട്, ChatGPT ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിപ്പോർട്ടായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. ചില സമയങ്ങളിൽ റേസ്ഡ് ആയിരിക്കുമ്പോൾ വാല്യൂ റേസ്ഡാന്ന് തന്നെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതലാണല്ലോ, അതിൻ്റെ ബയോളജിക്കൽ വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഇത് കൂടുതലാണ്, എനിക്ക് ക്യാൻസർ ആണെന്നുള്ള കൺക്ലൂഷനിലേക്ക് വരുന്നതിന് മുന്നേ ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് ഇതിനെക്കുറിച്ച് ക്വാളിഫൈഡ് ആയിട്ട് ഒരു ഡോക്ടറോട് സംസാരിച്ചതിന് മാത്രം തീരുമാനിക്കാം. അതുപോലെ തന്നെയാണ് പാപ്സ്മിയർ ടെസ്റ്റ്. 3 വർഷത്തിലൊരിക്കൽ സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ചെയ്യേണ്ട ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. നിർബന്ധമായും ചെയ്തിരിക്കണം. ഫൈബ്രോയിഡുള്ള കേസുകളിൽ നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാർക്കർ ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്ത് വേറെ പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ഫൈബ്രോയിഡിൻ്റെ കേസിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇത് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഒരു ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരണമെന്നില്ല. നിങ്ങളുടെ ഹിസ്റ്ററി എടുത്തതിന് ശേഷം നിങ്ങൾക്കിത് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിട്ടായിരിക്കും തരുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ 30 വയസ്സായ എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റ്, അത് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്നുകൂടെ സിമ്പിളാക്കി പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ യൂട്രസിൽ എന്തെങ്കിലും തകരാറ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കുകയും വേണം. അത് 3 വർഷത്തിലൊരിക്കൽ ഇത് ചെയ്തിരിക്കണം. അതാണ് പാപ്സ്മിയർ എന്ന് പറയുന്ന ടെസ്റ്റ്. നമ്മുടെ വജൈനൽ ഏരിയയിൽ നിന്നും സെർവൈക്കൽ ഏരിയയിൽ നിന്നും ചെറിയൊരു സ്വാബ് കളക്ട് ചെയ്തതിന് ശേഷം അത് ടെസ്റ്റിന് കൊടുക്കുകയാണ്. ഹിസ്റ്റോപെത്തോളജി റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ, അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മൈൽഡ് ഇൻഫ്ലമേഷൻസ് ഒക്കെ ഈ ടെസ്റ്റ് വഴി നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയും. ഇത് ഫൈബ്രോയിഡ് കേസുകളിൽ ജനറലി ഞാൻ ചെയ്യാൻ പറയുന്ന ഒരു ടെസ്റ്റും കൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സിസ്റ്റിക്കായിട്ട് വല്ല ലീഷൻ മാത്രമല്ല, ഈ വജൈനൽ ഇച്ചിങ്ങിൻ്റെ കേസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കൊടുത്തിട്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടാത്ത കേസിലൊക്കെ നമ്മളിത് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ആ പേഷ്യൻറ്റ് സേവ്ഡ് ആണ് അല്ലേ? അങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടിരിക്കുക. യെസ് വർഷം വരെ മറ്റു ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത്. നമ്മൾ എത്ര ഈ ടെസ്റ്റ് ചെയ്യിപ്പിച്ചാലും ഭൂരിഭാഗം പേർക്കും, മെജോറിറ്റി പിന്നെ എപ്പോഴും ഒരു സേഫർ സോണിലായിരിക്കും. മൈൽഡ് ഇൻഫ്ലമേറ്ററി സെല്ലുലാർ ചേഞ്ചസ് മാത്രമേ കാണിക്കൂ. അതിന് ചിലപ്പോൾ നമ്മുടെ
അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ ധാരാളമായിട്ട് വരും. ഇപ്പം നമുക്ക് ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഫൈബ്രോയിഡിനാണെങ്കിലും PCODക്ക് ആണെങ്കിലും ഈ വജൈനൽ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഡിസ്ചാർജുള്ള പ്രോബ്ലം അത് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വജൈനൽ ഡിസ്ചാർജ് പൊതുവെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്നവർ പറയാറില്ല, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാറില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റിഗ്മയാണോ കാരണം, അല്ലെങ്കിൽ എനിക്ക് വൃത്തിയില്ലാത്തതുകൊണ്ടാണ്? ചിലപ്പോൾ അതായിരിക്കാം ഡോക്ടർ. ബട്ട് ഒരു മെയിൻ പോസിറ്റീവ് ഏജൻറ്റും കൂടിയാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അബോർഷൻ കേസുകളിലൊക്കെ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ, നമ്മൾ കോമൺലി വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നെങ്കിൽ അത് പല കാറ്റഗറിയാണ്. നമ്മൾ ഈ ടോർച്ച് ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് അബോർഷൻ സംഭവിക്കുന്ന കേസിൽ നമ്മൾ എന്തുകൊണ്ടാണ് ടോർച്ച് ഇൻഫെക്ഷൻ ചെയ്യിപ്പിക്കുന്നത്, അതിൻ്റെ റൂൾ ഔട്ട് ചെയ്യിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ഈ ഒരു പ്രഗ്നൻസി ഇല്ലാണ്ടിരിക്കുന്ന വലിയൊരു റീസണാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ്. നമ്മൾ ഇത് പേഷ്യൻറ്റ് പറയാണ് വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിലും ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റിയിൽ പേഷ്യൻ്റ് അത് പറയില്ല. നമ്മൾ പ്രത്യേകിച്ച് അബോർഷൻ കേസുകളിൽ നമ്മൾ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് ചോദിച്ചറിയണം, അപ്പോഴാണ് അവർ പറയുക. ബാക്കിയൊക്കെ അവർ പറയും. തീർച്ചയായിട്ടും അത് ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ട് അങ്ങനെ ഇരിക്കാം, കുറച്ചും കൂടി സിവിയർ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, പിന്നെ ഒത്തിരി ആയിട്ട് നമ്മൾ വരും. കോമൺലി നമ്മൾ കാണുന്നതാണ് നോർമലി, അതിപ്പോൾ എല്ലാ സ്ത്രീകളിലും പൊതുവെ കാണിക്കുന്നതാണ് ഫംഗസ് ഇൻഫെക്ഷൻ, ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് മരുന്ന് കഴിക്കലും കൃത്യമായിട്ടൊരു ഹൈജീനിക് പാറ്റേൺ ഉണ്ടെങ്കിൽ തന്നെ മാറിപ്പോകുന്നതേ ഉള്ളൂ ഡോക്ടർ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷുഗർ പേഷ്യൻ്റായ സ്ത്രീകളിൽ പൊതുവെ വൈറ്റ് ഡിസ്ചാർജ് വരാം, അതുപോലെ തന്നെ സ്വീറ്റ്സ് അധികം കഴിക്കുന്ന ആളുകളിലും ഒക്കെ വരാം. അപ്പോൾ പേഷ്യൻറ്റിനെ സംബന്ധിച്ചൊക്കെ എല്ലാം ഒരു വൈറ്റ് ഡിസ്ചാർജാണ്. ബട്ട് അതിൻ്റെ ബേസിക്കലി അതിൻ്റെ റീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പലതായിരിക്കാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്രയും മാനേജ്മെൻറ്റുകൾ അത് റീസൺ കണ്ടുപിടിച്ചു, ഇത്രയും മാനേജ്മെൻറ്റ് കൊടുത്തു, ഇതിലൊന്നും അല്ലെങ്കിൽ ഒരു മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എനിക്ക് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ വിടേണ്ടത് ഈ ഒരു പാപ്സ്മിയർ എന്നുള്ള. അപ്പോൾ പേഷ്യൻ്റ് ഹാപ്പിയാണ്, നമ്മളും ഓക്കെയാണ്. ഇതൊരു കാരണമാണല്ലോ. ഇൻഫെർട്ടിലിറ്റി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ ജനറലി നമ്മൾ പറയണം, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് നിങ്ങൾ ഇൻഫോം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ട്. ചിലർക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇച്ചിങ്ങും ഉണ്ടാവും. അപ്പോൾ ബന്ധപ്പെടുന്ന സമയത്തുള്ള പ്രോബ്ലംസ് ഇതിൻ്റെ കാരണമാണ്. ബന്ധപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വേണ്ടത്. അപ്പോൾ ബന്ധപ്പെട്ടതിന് ശേഷം ഇച്ചിങ് വരുന്നുണ്ട്, അവിടെ ആൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ട്, ഫീമെയിൽ പാർട്ട്ണർക്കുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള STD ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും ഇതിനൊരു കാരണമാവാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടോർച്ച് ടെസ്റ്റ് ഇതിലാണ് ചെയ്യുക. പ്രഗ്നൻ്റ് ആവുന്നു, അബോർഷൻ ആവുന്നു, വീണ്ടും 3 മന്ത്സിനുള്ളിൽ അബോർഷൻ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു അബോർഷൻ ഹിസ്റ്ററി വരുമ്പോൾ മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രൂപ്പ് ആണോ എന്നുള്ളതും, രണ്ടാമത്തേത് അവർക്ക് ഈ ഒരു ടോർച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അടുത്തൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ PCOD ആണ് അവരുടെ കേസ്, PCOS ആണ് ശരിക്കും, താടി മീശ രോമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ബട്ട് അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവുന്ന ഒരു സംഭവമുണ്ട്. ചില പേഷ്യൻസിന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഈ രോഗമുണ്ട് എന്നുള്ളത്. അത് അവരുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ട് വരുന്നതാണെന്നും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. മേ ബി ലൈഫിൽ കുറച്ചുകൂടെ ഫെസ്റ്റീഡിയസ്നെസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഈ ലേഡീൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് PCOS ആണ്. അപ്പോൾ തന്നെ സ്കാൻ റിപ്പോർട്ട് എടുത്ത് തന്നെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, എന്നിട്ട് ഇതിലൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചില PCOD അല്ലെ ഡോക്ടറെ, PCOD ഒന്നും ചിലപ്പോൾ സ്കാനിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു ട്രാൻസ്വൈജനൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കാം. അപ്പോൾ ഒബീസായിട്ട് മണ്ണൊക്കെ കൂടുതലുള്ള വയറൊക്കെ കൂടുതലുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അബ്ഡോമിനൽ സ്കാനിലൂടെ നമുക്ക് ചിലപ്പോൾ PCOD റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഹോർമോൺ പ്രൊഫൈൽ എടുക്കുമ്പോഴായിരിക്കും ആൾക്ക് PCOD ഉണ്ട് എന്നുള്ളത് മനസ്സിലാവാം. അപ്പോൾ ഈ കേസിൽ ഈ ലേഡി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറേ അല്ല. എന്നിരുന്നാലും നമ്മൾ PCODയുടെ അല്ലെങ്കിൽ PCOSൻ്റേതായ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻസ് ലൈക്ക് സെപ്പിയ, പൾസാറ്റ്ല, തൂജ ഇതൊക്കെ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. 4 മാസം കൊണ്ട് അവർ കൺസീവ് ആയതിനു ശേഷം അവരെന്നെ കോൾ ചെയ്തിട്ട് ഡോക്ടറെ ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഇങ്ങനെ ഡബിൾ ലൈൻ കാണിച്ചു, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ മന്ത് വാങ്ങിയ മെഡിസിൻ്റെ കാശ് റീഫണ്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ഇത്രയും മെഡിസിൻസ് ഇവിടെ നിന്ന് കഴിച്ചു, അവർ കൺസീവ് ആയി, അതിൻ്റെ ഹാപ്പിനെസ്സിലേറെ അവർക്ക് പ്രോബ്ലം ഇല്ല എന്നുള്ളത് കാണിക്കാനാണ്. അപ്പം അതിനുശേഷം ഞാൻ ഈ പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ PCOD നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ പ്രഗ്നൻ്റ് ആയി, പ്രഗ്നൻസി ഹോർമോൺ ബോഡിയിൽ വന്നു കഴിഞ്ഞു, അപ്പോൾ PCOD ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിട്ട് പോകും. അത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു അതിന് എനിക്ക് PCODയും PCOS ഒന്നും ഇല്ലല്ലോ ഡോക്ടറെ എന്ന്. അപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ ഡീൽ ചെയ്ത സമയത്ത് ചില പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ അവരെ ഈഗോ ഹേർട്ടാവാൻ കാരണമുണ്ട്. അപ്പോൾ ഈ രോഗം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് PCOD. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ശരിയല്ല, നിങ്ങളുടെ ഡയറ്റ് ശരിയല്ല, നിങ്ങൾ എക്സസൈസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സെഡൻറ്ററി ഹാബിറ്റ് ഫോളോ ചെയ്തെന്ന വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈഗോ ഹേർട്ടാവുന്ന മാത്രമല്ല അവരുടെ ഒരു ഹസ്ബൻഡ് സൈഡിലുള്ള പാരൻസ് അല്ലെങ്കിൽ അവരൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രം കാരണമാണെന്ന് എന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ളൊക്കെ ധാരണയായിരിക്കാം
ആ രോഗം അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇനിയിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഡിലേ വന്നത്. അപ്പോൾ ആ ഡിലേനെ നമ്മൾ ക്ലിയർ ചെയ്യും വിത്ത് ഹോമിയോപ്പതിക് മെഡിസിൻസ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആളുടെ ഫിസിക്കൽ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഒക്കെ എടുത്തിട്ടാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കാറ്. അപ്പോൾ സിംറ്റം നോക്കും, നമ്മൾ വ്യക്തമായിട്ട് സിംറ്റം നോക്കും, ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കും, ആളുടെ ക്യാരക്ടർ നോക്കും. ഇത് ഒക്കെ കണ്ടതിന് ശേഷം ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള മെഡിസിനാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, രണ്ടുപേരും ഡയറ്റ് ചെയ്യണം. ഒരാൾക്കായിരിക്കും ചിലപ്പം പ്രോബ്ലം, പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ ഒരുമിച്ച് ഡയറ്റ് ചെയ്യുക ഇൻഫെർട്ടിലിറ്റി കേസിൽ, എങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. ഒരാൾ സ്ഥിരമായിട്ട് ചിട്ടയായ ജീവിതശൈലിയിൽ പോകുമ്പോൾ മറ്റേ ആൾ നോർമൽ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കൊരു വിരക്തിയും വരും, മറ്റേ ആൾക്കൊരു തോന്നലുണ്ടാവും ഞാൻ എല്ലാത്തിലും ഓക്കെയാണ്, ആൾക്ക് മാത്രമാണ് പ്രശ്നം. അതൊരിക്കലും വരരുത്. ഞാൻ എപ്പോഴും രണ്ടുപേരുടെയും പ്രോബ്ലംസ് ഉയർത്തി കാണിച്ചിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ അത് മ്യൂച്വൽ സപ്പോർട്ട് വളരെ അത്യാവശ്യമുള്ള ഒരു മേഖലയാണ്. സ്ട്രെസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു വിഷയമാണ്. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത് നാട്ടുകാരോടും കുടുംബക്കാരോടും ബന്ധുക്കാരോടാണ്. അവർക്ക് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ വിഷയമേ അല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആളുകളെ സംബന്ധിച്ച് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും അടുത്ത ബേബി എന്ന്. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക, അതൊരു മെയിൻ തിങ്. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യണ കൂട്ടത്തിൽ തന്നെ മാനസികപരമായിട്ട് നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവരെ പഠിപ്പിച്ച് അവരെന്നെ സ്വയം പഠിക്കുക. ഒരു കുട്ടി ഉണ്ടായാൽ അടുത്ത കുട്ടി എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി ഒരിക്കലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ സ്ട്രെസ് അടിച്ച് അടുത്ത ഹോർമോൺ എന്തിനാണ് നമ്മൾ ഡിസോർഡർ ആക്കുന്നത് അല്ലേ? അപ്പോൾ അതൊരു നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്കും PCOD അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, ഇത് മാത്രമാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്തത്. അല്ലെ മേജർ പോർഷൻ PCOD കാരണമാണ്, കുറഞ്ഞ പക്ഷം ഭാഗങ്ങൾ ഫൈബ്രോയിഡ് കൊണ്ടും വരാം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഡിഫറൻസസ് അറിയുകയും അതിനനുസരിച്ചുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇതിൻ്റെ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ പലരും ചോദിക്കാറുണ്ട് വെയിറ്റ് ഹൈറ്റിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റും ഹൈറ്റും വെച്ച് നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ BMI കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രോബ്ലം വരുമെന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒബീസിറ്റി ഇതിനൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ BMI അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും ഇടുകയാണെങ്കിൽ BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഇനി അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. അപ്പം ഇൻഫെർട്ടിലിറ്റി എന്ന ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ മെയിൽ പാർട്ട്ണറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, മെയിൽ ഇൻഫെർട്ടിലിറ്റി സെക്ഷനിലേക്ക് പോകാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വന്നിട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അതെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായൊരു ധാരണയും ലൈഫ് സ്റ്റൈലും ഒരു മെഡിസിനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ PCOD, ഫൈബ്രോയിഡ്, സിസ്റ്റ് ഇതൊന്നും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമേ അല്ല. കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു അവെയർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ സ്ത്രീകളുടെ എക്സ്ട്രാ അതുപോലെ തന്നെ പുരുഷന്മാരിൽ കാണുന്ന വന്ധ്യതയുടെ ബാക്കി ഡീറ്റെയിൽസും കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.